ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയാണ്. ചെറിയൊരു ഫാമിലി വ്ളോഗാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. രണ്ട് സൈഡിലും വേറെയും എൻട്രൻസുകൾ ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ വൈഫും എൻ്റെ അനിയൻ്റെ 2 മക്കളും കൂടെ ഉണ്ട്. ഈ എൻട്രൻസിൽ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ കാണുന്ന മല പുൽപ്പാറ മലയാണ്. ഈ റോഡിൻ്റെ ഇടതുവശം കുറച്ച് ഭാഗം മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി വെച്ചിട്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്നാൽ തന്നെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ വീടുകളുടെ ഏകദേശം വർക്കും 99% തീർന്നിട്ടുണ്ട്. റോഡിന് ഇരുവശവും ഓവുചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകൾക്കുള്ള കറണ്ട് സപ്ലൈ കൊടുക്കുന്നതും ഭൂമിയിൽക്കടിയിൽ കൂടെ തന്നെയാണ്. വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾ ടൗൺഷിപ്പ് കാണാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന എല്ലാ വീടുകളും പണി പൂർത്തിയായിട്ടുള്ളതാണ്. 178 വീടുകൾ പണി പൂർത്തിയായിട്ടുണ്ട്. ദൂരെ കാണുന്ന വീടുകളെല്ലാം പണി പൂർത്തീകരിക്കാനുള്ളതാണ്. വീടുകൾക്ക് മുന്നിൽ കൂടെ ഒരു 12 അടി വീതിയുള്ള റോഡും അതുപോലെ തന്നെ പുൽത്തകിടും നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ നടക്കാനും ഇരിക്കാനുമുള്ള സ്പേസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന വീടുകളെല്ലാം പണി തീർത്ത വീടുകളാണ്. റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സഞ്ചാരികൾ ഇത് കാണാനായി വരുന്നുണ്ട്. സൂര്യേട്ടൻ അസ്തമിക്കാൻ റെഡിയായി നിൽക്കുന്നു. ഓപ്പൺ ചെയ്ത ഏതെങ്കിലും വീടുകൾ ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ഒന്ന് കാണണം. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ദിവസവും ഇവിടെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പൂച്ച ഇവിടെ നിന്ന് പാല് കുടിക്കുന്നുണ്ട്. വെയിൽ കൂടുതലായതുകൊണ്ട് ക്ലിയറായി കിട്ടിയില്ല. വിഷുവിനുള്ള പടക്കം നന്നായി പൊട്ടുന്നുണ്ട്. ഈ വീട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളിൽ കയറി ഒന്ന് കാണാം. ഇവിടെ നിന്നും വന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. വിശാലമായ ഒരു ഹാള്. ഹാളിലേക്കും റൂമുകളിലേക്കും നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് ജനലുകൾ കൊടുത്തിട്ടുണ്ട്. റൂമുകൾക്ക് നല്ല സ്പേസ് ഉണ്ട്. എല്ലായിടത്തും ജനലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അലമാരയും കൊടുത്തിട്ടുണ്ട്. റൂമിൽ തന്നെയാണ് ബാത്റൂം. അത്യാവശ്യം നല്ല സ്പേസുള്ള ബാത്റൂം. ബാത്റൂമിൻ്റെ എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാളിൽ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും
കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ്. ഷവറടക്കം. ഒരു ഹാള്, 2 ബെഡ്റൂം, 2 ബാത്റൂം, 2 കിച്ചൺ. നല്ല സ്പേസുണ്ട് വീടുകൾക്കെല്ലാം. കൂടാതെ ഫാന്, ലൈറ്റ്, അലമാര, കബോർഡ് എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. കിച്ചണിൽ തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. മുകളിൽ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത കിച്ചണിലും നല്ല സ്ഥലമുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കബോർഡുകളും വാതിലുകളും ജനലുകളും കൊടുത്തിരിക്കുന്നത്. 7 സെൻറ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന് ചുറ്റും ചെറിയ ചെറിയ ചെടികളും മതിലും നിർമ്മിച്ചിട്ടുണ്ട്. മുറ്റമൊക്കെ നല്ല സ്പേസുണ്ട്. ഒരു സൈഡിൽ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി. നമുക്ക് മുകളിൽ കയറി നോക്കാം. മുകളിൽ കയറിയാൽ അടിപൊളി വ്യൂ ആണ്. ഒരുപാട് കൂടെ മുകൾ വശം ഇവിടെ നിന്നാൽ കാണാം. മുകളിൽ റൂമുകൾ എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആ കാണുന്നത് സോളാർ പാനലാണ്. അതുപോലെ തൊട്ടപ്പുറത്ത് വാട്ടർ ടാങ്കും. മുകളിൽ നിന്നാൽ അടിപൊളിയാണ്. നല്ല സ്ഥലമുണ്ട്. ഒരുപാട് വീടുകൾ ഇവിടെ നിന്നാൽ തന്നെ കാണാൻ കഴിയും. ആ കാണുന്ന മല ചെമ്പ്ര പീക്കാണ്. ഇവിടെ നിന്നാൽ ചെമ്പ്ര പീക്ക് വൃത്തിയായിട്ട് കാണാൻ കഴിയും. ആ മരത്തിൻ്റെ ബാക്കിൽ കാണുന്ന മല. അനിയൻ്റെ മക്കളാണ് കൂടെ ഉള്ളത്. എൻ്റെ മക്കൾ ഒരാൾ വീട്ടിലും ഒരാൾ വൈഫ് ഹൗസിലുമാണ് ഉള്ളത്. മുന്നിലുള്ള ഗ്രില്ലിൽ ചെടികൾ പടർത്തി വിട്ടിട്ടുണ്ട്. ഇവിടെ സൈഡിൽ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ മുന്നിൽ കാണുന്ന ഭാഗം ചെറിയ പാർക്കാണെന്ന് തോന്നുന്നു. അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ വീടുകൾ പണിയെടുക്കുന്ന വീടുകൾ കാണാൻ പോയി. ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ചൂരൽമലക്കാരും അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും. അങ്ങ് ദൂരെ കാണുന്നത് വീടുകൾ നിർമ്മിക്കുന്നതാണ്. 150 ഏക്കറിൽ പരന്നു കിടക്കുന്ന സ്ഥലമാണ്.
അവിടെ ഫുള്ളായിട്ട് ഇതുപോലെ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. കറണ്ട് സപ്ലൈക്കുള്ള മീറ്ററുകൾ ഇവിടെയാണ് വരുന്നത്. ഇവിടേക്ക് വേണ്ടി വരുന്ന കട്ടകളൊക്കെ ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത്. നല്ല ഭംഗിയുള്ള 4 നായ്ക്കുട്ടികൾ ഇവിടെ ആർമാദിച്ച് നടക്കുന്നുണ്ട്. അവരുടെ ടൈമാണ് ഇപ്പോൾ. ഓരോ ജംഗ്ഷനിലും ഇതുപോലെ വലിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ വേറെയും ഉണ്ട്. മനോഹരമായ ചെമ്പ്രയുടെ ഫുൾ വ്യൂ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നത് ഓവുചാലാണ്. അതുപോലെ അപ്പുറത്തും ഉണ്ട്. അതിൻ്റെ സൈഡിൽ വേറെ ഒരു ചാലും കൂടിയുണ്ട്. അതാണ് ലൈനുകൾ പോകാനുള്ള, കേബിളുകൾ കൊടുക്കാനുള്ള സ്ഥലം, വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുക്കാനുള്ള സ്ഥലം. മെയിൻ റോഡ് നല്ല വീതിയുള്ള റോഡാണ്. പോക്കറ്റ് റോഡ് 12 അടിയോളം വരുന്നുണ്ട്. എല്ലാ വീടുകൾക്കും ഡ്രെയിനേജ് സൗകര്യമുണ്ട്. ഇവിടെയും പണി തീർന്ന കുറേ വീടുകൾ ഉണ്ട്. ഇവിടെ നിന്നാൽ സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയാണ്. മനോഹരമായ സ്ഥലത്താണ് ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. 150 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പരന്നു കിടക്കുന്നു. ഒരു സൈഡിൽ ചെമ്പ്ര പീക്കും, ഒരു സൈഡിൽ പുൽപ്പാറ മല, പിന്നെ മണിക്കുന്ന് മല. കൽപ്പറ്റ അടുത്തു തന്നെയാണ് ഈ സ്ഥലം. വെറും 1/2 കിലോമീറ്റർ ദൂരം മാത്രം മാറിയാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഈ ഗാർഡനിൽ കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള ഗാർഡൻ. ഇരിക്കാനും നടക്കാനും നല്ല സൗകര്യമുണ്ട്. ഈ ടൗൺഷിപ്പിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. സ്കൂള്, ഹെൽത്ത് സെൻറ്റർ, അംഗൻവാടി, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പണി കഴിഞ്ഞാൽ ഈ ടൗൺഷിപ്പ് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ വീടിൻ്റെ സൈഡിൽ കൂടി സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഇവിടെ റോഡുകളും വീടുകളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയോട് ചേർന്ന് തന്നെ എത്തിയിരിക്കുന്നു ഞങ്ങൾ. ഈ ടൗൺഷിപ്പിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ എടുത്തത്. കാൽഭാഗം മാത്രം. ഇത് ഇനിയും ഒരുപാട് ദൂരം, ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അത് ഫുള്ളായിട്ട് വീഡിയോയിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ടൈമും ആകും, നടത്തവും കൂടും. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അത് കാണാൻ കുറച്ച് നേരം അവിടെ നിന്നു. എവിടെ നിന്നാലും സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയാണ്. നല്ല റെഡിഷ് കളറിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്.
ചെറിയ സ്ഥലത്താണെങ്കിൽ കൂടി പിള്ളേർ നല്ല കളിക്കുന്നുണ്ട്. അത് കണ്ട് കുറച്ച് നേരം നിന്നു. ഈ കാണുന്നത് അമ്പലത്തിലേക്കുള്ള റോഡാണ്. നല്ല അടിപൊളി ഒരു അമ്പലമാണ്. ഇവിടെ റോഡ് പണി നടക്കുകയാണ്. ക്യാമറ എവിടേക്ക് തിരിച്ചാലും സൂര്യേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ക്യാമറയിൽ പെടും. ഞങ്ങൾ ഈ റോഡിൻ്റെ കാൽ ഭാഗം മാത്രമാണ് വന്നത്. ഇനിയും 2 കിലോമീറ്റർ കിടക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ ആദ്യമേ താമസിക്കുന്നുണ്ട്. അവരുടെ വാഹനങ്ങളാണ് ഈ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇവിടം മുഴുവൻ കാണാൻ. വെളിച്ചം കുറഞ്ഞു വരുന്നുണ്ട്. ഞങ്ങൾ യാത്ര മതിയാക്കി തിരിച്ചു പോവുകയാണ്. വൈഫും കുട്ടികളും മുന്നിൽ നടന്നു പോകുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ വീടുകളാണ്. ഒരുപാട് വീടുകൾ അങ്ങ് ദൂരെ ഉണ്ട്. ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2-1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങോട്ട്. അത് പിന്നീട് നമുക്ക് പോയി കാണാം. ഇവിടെ ഒരു പഴയ വീട്ടിമരം ഉണ്ട്. അത് മുറിച്ച് മാറ്റിയിട്ടില്ല. അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ എത്താറായി. ഇവിടെ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ വണ്ടിയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കാണുന്ന എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ചെറിയൊരു ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവിടത്തേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വന്നവർ തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ബൈപ്പാസ് എത്താറായി. ഇവിടെ നിന്നും വലത്തോട്ട് ബത്തേരി ഭാഗത്തേക്കും ഇടത്തോട്ട് കോഴിക്കോട് ഭാഗത്തേക്കുമുള്ള റോഡാണ്. ഇവിടെയൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. ബൈ ബൈ. ആ സ്കൂട്ടറിൽ വരുന്നത് എൻ്റെ സുഹൃത്താണ്. ഒന്ന് സംസാരിക്കട്ടെ. ഓക്കെ ബൈ ബൈ.